പ്രവാചകരെ പ്രണയിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാരാ? പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലും അവർ സുന്നത്ത് വിടുകയില്ല. ആടി വളർത്തുന്നവനൊക്കെ തീവ്രവാദി, ഉപ്പിധരിക്കുന്നവനൊക്കെ തീവ്രവാദി, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവനൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് വിനീതനെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുത്തുൽ മുഹമ്മദ് മുസ്തഫ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. ചെറുപ്പക്കാരാ, തയ്യാറുണ്ടോ പൊന്നുമോനെ? ഒരു പാവപ്പെട്ട പണ്ഡിതനെ പള്ളിക്കുള്ളിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കിരാതന്മാരോടുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ പേരിൽ തെരുവോരങ്ങളിൽ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയ ചെറുപ്പക്കാരാ, വഴിവക്കുകളിലെ കല്ലുകൾ നിരത്തി മരത്തടികൾ നിരത്തി പ്രതിഷേധം പ്രകടിപ്പിച്ച ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോനെ, നിന്നോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഈ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിൽ പുണ്യപ്രവാചകരെ പ്രണയിക്കുന്നവരെ ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്താണെന്നറിയുമോ? മുത്തുനബിയെ പ്രണയിക്കാൻ കഴിയട്ട ചെറുപ്പക്കാരാ, കഞ്ചാവിനടിമപ്പെടേണ്ടവനല്ല നീ പൊന്നുമോനെ, മയക്കമരുന്നിന്റെ അടിമയാകേണ്ടുന്നവനല്ല നീ, കള്ളും കുടിച്ചുകൊണ്ട് നടക്കേണ്ടുന്നവനല്ല നീ, സിനിമാ താരങ്ങളെ അനുകരിക്കേണ്ടവനല്ല നീ, മാടമ്പി തമ്പുരാക്കന്മാരുടെ പിന്നാലെ കടന്നു പോകേണ്ടുന്നവനല്ല നീ. കഴിയുമോ എന്ന ചെറുപ്പക്കാരാ, സംഘപരിവാരത്തിന്റെ ദുഷ്ടശക്തികൾ വർഗീയതയുടെ വിഷം തുപ്പുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. കുഴപ്പം പിടിച്ച കാലഘട്ടത്തില്, അപകടകരമായ കാലഘട്ടത്തില്, വർഗീയതയുടെ കാലഘട്ടത്തില് എന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവരാരാ? ഞാൻ പഠിപ്പിച്ച പോലെ താടി വളർത്തുന്നവരാരാ? ഞാൻ പഠിപ്പിച്ച പോലെ പർദ്ദ ധരിക്കുന്നവരാളാ? ഞാൻ പഠിപ്പിച്ച പോലെ തൊപ്പി ധരിക്കുന്നവരാരാ? ഞാൻ പഠിപ്പിച്ച പോലെ നിക്കാഹ് നടത്തുന്നവരാരാ? ഞാൻ പഠിപ്പിച്ച സുന്നത്തുകളെ മുറുകെ പിടിപ്പിക്കുന്നവരാരാ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തുകളെ ആരും മുറുകെ പിടിച്ച് ജീവിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഫലഹു അജ്റു മിഅതി ശഹീദ്. 100 ശുഹദാക്കളുടെ പ്രതിഫലമാ അവനുള്ളത്, 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാ അവനുള്ളത്. ചെറുപ്പക്കാരാ, കഴിയട്ടെ പൊന്നുമോനെ, റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്, റസൂലുള്ളാഹിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാ. എന്നാൽ എന്റെ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റസൂലുള്ളാഹിന് വേണ്ടി മരിക്കലല്ല വേണ്ടത് മക്കളെ, റസൂലുള്ളാഹിന് വേണ്ടി ജീവൻ കൊടുക്കലല്ല വേണ്ടത് മക്കളെ, റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? റസൂലുള്ളാഹിന് വേണ്ടി ജീവനം കൊടുക്കാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയട്ടെ പൊന്നുമോനെ. എന്റെ ഹബീബ് മുത്തുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ താടി വളർത്താൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ തൊപ്പി ധരിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ ആർഭാടമില്ലാത്ത നിക്കാഹ് നടത്താൻ ചെറുപ്പക്കാരാ നിനക്ക് കഴിയട്ടെ. വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തുനബിയെ പ്രണയത്തോട് കാണാൻ വേണ്ടി ഈ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടുന്ന് പഠിപ്പിച്ച പോലെ പർദ്ദ ധരിക്കാൻ നിനക്ക് കഴിയട്ടെ. അവിടുന്നയോടുള്ള സ്നേഹം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. ഈ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവരാരാ? അവരാണ് എന്നെ പ്രണയിക്കുന്നവര്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മുത്തുനബിയെ പ്രണയിക്കുന്നവർ, മുത്തുനബിയെ പ്രണയിക്കുന്നവർ അവരാരെന്നറിയുമോ? അവരെങ്ങനെയാ പ്രണയിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിക്കുകയാ, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നവരാരാണോ, എന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവരാരാണോ,
എന്റെ ജീവിത ശൈലി പിൻപറ്റുന്നവരാരാണോ ഫഖദ് അഹബ്ബനി, അവനാണ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവൻ, അവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ, അവനാണ് എന്നെ പ്രണയിക്കുന്നവൻ. വമൻ അഹബ്ബനി, അങ്ങനെ എന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നോടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്നവർ ആരാ? കാന മഈ ഫിൽ ജന്ന, അവർക്ക് എന്നോടൊപ്പം സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. നബിയുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരാ, മുത്തുനബിയെ പ്രണയിക്കണമെങ്കിൽ ജീവിതം കൊടുത്തുകൊണ്ട് പ്രണയിക്കണം. ഞാൻ ഈ സദസ്സിനോട് ഇപ്പൊ ചോദിക്കുക, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ആരുണ്ട്? ഞാനിപ്പോ ചോദിച്ചാൽ റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാൻ ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകളും ചിലപ്പോൾ കൈ ഉയർത്തും, സ്ത്രീകൾ ഉൾപ്പെടെ കൈ ഉയർത്തും, എന്റെ ഹബീബിന് വേണ്ടി മരിക്കാൻ. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് മരിക്കേണ്ട സമയത്ത് നമുക്ക് മരിക്കാം, അല്ലാഹ് തൗഫീഖ് തരട്ടെ. പക്ഷേ ഈ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ ആരുണ്ട്? ശരീഅത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റേതായ നിയമങ്ങളെ മുഴുവനും താറടിച്ചു കാട്ടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, ആ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആര് തയ്യാറുണ്ട്? അങ്ങനെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്, 100 രക്തസാക്ഷികളുടെ പ്രതിഫലം. റസൂലുള്ളാഹിന് വേണ്ടി ജീവിച്ചാൽ 100 വട്ടം മരിച്ച പ്രതിഫലം അവനുണ്ടാകും. റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച്. മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവൻ, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ, കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്, അവനാണ് എന്നോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകുന്നത്. തൊപ്പി ധരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സുന്നത്തായ നിലയിൽ താടി വളർത്താൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതെ, ദുൽഖർ സൽമാന്റെ താടിയെ പറ്റിയല്ല പറഞ്ഞത്, പ്രേമത്തിന്റെ താടിയെ പറ്റിയല്ല പറഞ്ഞത്, മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ താടി വളർത്താൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ ജീവിക്കാൻ ആര് തയ്യാറുണ്ട്? പൊന്നുമോനെ, അതാണ് മുത്ത് റസൂലിനോടുള്ള പ്രണയം, അതാണ് മുത്ത് ഹബീബിനോടുള്ള പ്രേമം. ഈ പ്രേമം വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി പറഞ്ഞു, അതാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. സയഅതി സമാനുൻ അലാ ഉമ്മതി അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിൽ അലാ ജംറത്തിൻ മിനന്നാർ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു കാലഘട്ടം എന്റെ സമൂഹം നേരിടേണ്ടി വരും. അന്ന് ദീനിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ കൈവെള്ളയിൽ തീക്കട്ട മുറുകെ പിടിച്ചവനെ പോലെയായിരിക്കും അവൻ. ദീനിനെ മുറുകെ പിടിക്കുന്നവന് പൊള്ളും, പ്രശ്നങ്ങൾ നേരിടും. ഒരാളുടെ കൈവെള്ളയിൽ ഒരു തീക്കട്ട കൊടുത്തിട്ടൊന്ന് മുറുകെ പിടിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഒന്ന് പിടിച്ചാൽ കൈ പൊള്ളും, ഭയങ്കരമായ വേദന ശരീരം മുഴുവനും അനുഭവിക്കും. കയ്യിലും മുറിവും, ആ മുറിവിന്റെ മേൽ മുറിവുണ്ടായി മുറുകി പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ ശരീരത്തിലെ മാംസം ഉരുകിയിറ്റിട്ട് വീഴും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് എന്റെ ഉമ്മത്തിൽ ദീനിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ കൽ ഖാബിൽ അലാ ജംറത്തിൻ മിനന്നാർ, തീക്കട്ട കയ്യിൽ പിടിച്ച പോലെയാകും. നിങ്ങൾ ചിന്തിക്കുക, ആ കാലഘട്ടം എത്തിയോ? ആ കാലഘട്ടം എത്തിയോ? ആ അവസ്ഥ സംജാതമായോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഇനിയും കഞ്ചാവടിച്ച് നടക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ വേണ്ടത്, കള്ളുകുടിച്ച് നടക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത്. അതേ വിവേകത്തിന് പകരം വികാരത്തിന് സ്ഥാനം കൊടുക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ വേണ്ടത്. ക്ഷമത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് ചൂരി എന്ന പ്രദേശത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഇങ്ങനൊരു പ്രശ്നം നടന്നു. അതെ, നമ്മളെല്ലാം പ്രതിഷേധിക്കേണ്ട കാര്യം. പക്ഷേ ആരോ ചെയ്ത പ്രവർത്തനത്തിന്റെ പേരിൽ നിരപരാധികളായ കുറെ സഹോദരങ്ങളുടെ വീട് ആക്രമിക്കപ്പെടുകയുണ്ടായി. നമ്മൾ തിരിച്ചറിയണം. ഞാൻ തുറന്നു തന്നെ പറയുകയാ, തീവ്ര ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഹിന്ദുക്കളും ഒന്നും നമ്മുടെ ശത്രുക്കളല്ല. ഹിന്ദുക്കളെ നമ്മളെ ശത്രുക്കളായിട്ട് നമ്മൾ കാണല്ലേ. ഹിന്ദുക്കൾ നമ്മുടെ ശത്രുക്കളൊന്നുമല്ല, അവര് നമ്മുടെ മിത്രങ്ങളാണ്. നമുക്കറിയല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ സന്ദേശവുമായി മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോ അന്നിവിടെ ഒരു മുസ്ലിമും ഉണ്ടായിരുന്നില്ല ഇവിടെ സ്വീകരിക്കാൻ. ഒരു ആചാരും ഒന്നില്ല, ഒരു മൊയ്ലിയാരും ഒന്നില്ല, ഒരു കാളിയാരും ഒന്നില്ല. അന്ന് ഇവിടെ വന്ന നല്ലവരായ മുസ്ലിമുകളെ കൈപിടിച്ച് സ്വീകരിച്ച ഇവിടുത്തെ ഹിന്ദുക്കളാ. ഹിന്ദുക്കള് നമ്മുടെ ശത്രുക്കളൊന്നും അല്ല കേട്ടോ.
പിന്നെ ഈ കപട ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ ദുഷ്ടശക്തികൾ നമ്മുടെ നാടുകളിൽ എന്തൊക്കെയോ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത്, മുത്തുനബിയെ പ്രണയിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുത്തുനബിയെ പ്രണയിക്കുന്നവർക്ക് കഴിയോ? ആരോ എന്തോ ചെയ്തതിന്റെ പേരിൽ പാവങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളുടെ മേൽ മെക്കിട്ട് കയറൽ ഇസ്ലാമല്ല. അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്. അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ നാടുകളിൽ ഉണ്ടാകും. ഹൈന്ദവരുണ്ടാകും, ക്രൈസ്തവരുണ്ടാകും. ഒരിക്കലും നിങ്ങൾ അവരെ വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല. ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വർഗീയതയുടെ മുതലെടുപ്പ് നടത്താൻ പലരും ശ്രമിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എന്റെ കാസർഗോട്ടെ മണ്ണില് എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നാം അതിന്റെ പേരിൽ എല്ലാവരെയും കുറ്റക്കാരായി കാണരുത്. അലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ ആ മതക്കാരോട് മൊത്തവും നിങ്ങൾ ശത്രുത പ്രഖ്യാപിക്കരുത്. ഖുർആനാണത്. പാടില്ലാതെ ഇഅദിലു, നിങ്ങൾ നീതിയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അക്രമകാരികൾ ശിക്ഷിക്കപ്പെടണം, അവനൊക്കെ കിട്ടേണ്ടത് കിട്ടണം. പക്ഷേ ഒരിക്കലും അതിന്റെ പേരിൽ നിരപരാധികൾ അവിടെ ആക്രമിക്കപ്പെടാൻ പാടില്ല. നീതിയുടെ വക്താക്കളാകണം നിങ്ങൾ. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തതെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഒക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, സംയമനത്തിന്റെ മാർഗം തന്നെ നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിതരായി പ്രതികരിക്കാൻ കാത്തിരിക്കുന്ന കുറെ ആശാന്മാരുണ്ട്. നമ്മൾ പ്രതികരിക്കണം. അതിനവരെ ചിലപ്പോ പള്ളിയിൽ കയറി ആക്രമിക്കും, ചിലപ്പോ പള്ളിക്ക് കല്ലെറിയും, ചിലപ്പോ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കും. എന്തിനാ? മുസ്ലിം ഉമ്മത്തിനെ പ്രകോപിപ്പിക്കണം, അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അതിനെതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളുടെ ആ പ്രശ്നത്തിന്റെ പേരിൽ പിന്നെ വർഗീയ മുതലെടുപ്പ് നടത്തണം, പിന്നെ കലാപങ്ങൾ അഴിച്ചുവിടണം, എന്നിട്ട് അതിലൂടെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കള്ളക്കളികളാ. നമുക്കറിയല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് ഇസ്ലാം സുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു.